Next topic, influence line diagrams. ആർച്ചിൽ മൂവിങ് ലോഡിൻ്റെ എഫക്റ്റ് ആണ് ഇവിടെ ഡിറ്റർമൈൻ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു 1 കിലോ ന്യൂട്ടൺ എന്ന ലോഡുണ്ട്. ആ 1 കിലോ ന്യൂട്ടൺ ലോഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് മൂവ് ചെയ്യുകയാണ്. അപ്പോൾ ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് ആർച്ചിൽ ഡെവലപ്പ് ചെയ്യുന്ന ഹൊറിസോണ്ടൽ ത്രസ്റ്റ് ആണ്. എച്ചിൻ്റെ വാല്യൂ ഹൊറിസോണ്ടൽ ത്രസ്റ്റിൻ്റെ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. ലെഫ്റ്റ് ടു റൈറ്റ് മൂവ് ചെയ്യുമ്പോൾ ഹൊറിസോണ്ടൽ ത്രസ്റ്റിൻ്റെ വാല്യൂ എങ്ങനെയായിരിക്കും വേരി ചെയ്യുന്നത്. അപ്പോൾ ഹൊറിസോണ്ടൽ ത്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് വെർട്ടിക്കൽ റിയാക്ഷൻ അറ്റ് എയും വെർട്ടിക്കൽ റിയാക്ഷൻ അറ്റ് ബിയും കാൽക്കുലേറ്റ് ചെയ്യണം. ആർച്ചിൻ്റെ സ്പാൻ ലെങ്ത് എൽ ആണ്. ഇതിനൊക്കെ സെൻട്രൽ റൈസ് ക്രൗണിൻ്റെ റൈസ് എച്ച് ആണ്. ഒരു ഡി എന്ന് പറഞ്ഞൊരു പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഡി എന്ന് പറഞ്ഞ പോയിന്റിന്റെ മാക്സിമം മൊമെന്റും നോർമൽ ത്രസ്റ്റും റേഡിയൽ ഷിയറും കാൽക്കുലേറ്റ് ചെയ്യണം. ഫസ്റ്റ് ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ ഹൊറിസോണ്ടൽ ത്രസ്റ്റ് എച്ച്. അതിന് വെർട്ടിക്കൽ റിയാക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാനാണ് ടേക്കിംഗ് മൊമെന്റ് അബൌട്ട് എ ഈസ് ഈക്വൽ ടു 0. മൊമെന്റ് അബൌട്ട് എ ഈസ് ഈക്വൽ ടു 0 ചെയ്യുമ്പോൾ എന്ത് വരും? 1 ഇൻറ്റു എക്സ്, ഇത് വി ബി ഇൻറ്റു എൽ, വി ബി ഇൻറ്റു എൽ. അവിടെ നിന്ന് എന്ത് കിട്ടും? വി ബിയുടെ വാല്യൂ കിട്ടും. വി ബി ഈസ് ഈക്വൽ ടു എക്സ് ഡിവൈഡഡ് ബൈ എൽ. വി ബിയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സിഗ്മ വി ഈസ് ഈക്വൽ ടു 0, വി എ പ്ലസ് വി ബി ഈസ് ഈക്വൽ ടു 1. വെർട്ടിക്കൽ റിയാക്ഷൻ അറ്റ് എ കാൽക്കുലേറ്റ് ചെയ്യാം. Vertical reaction at A is equal to L minus X divided by L. അടുത്തത് ഹൊറിസോണ്ടൽ ത്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാണ്. ഹൊറിസോണ്ടൽ ത്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഫസ്റ്റ് 1 കിലോ ന്യൂട്ടൺ എന്ന് പറഞ്ഞ ലോഡ് അറ്റ് എ ഡിസ്റ്റൻസ് എക്സിൽ നിൽക്കുവാണെന്ന് കൺസിഡർ ചെയ്യാണ്. ദാറ്റ് മീൻസ് ക്രൗണിന്റെ ലെഫ്റ്റ് പോർഷനിൽ കൺസിഡർ ചെയ്യാണ്. ഇനി എന്ത് ചെയ്യാണ്? ഹൊറിസോണ്ടൽ ത്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം അറ്റ് എ ഡിസ്റ്റൻസ് എക്സ് മീറ്റേഴ്സ് ഫ്രം എ പോയിന്റ്. അതിന് മൊമെന്റ് അബൌട്ട് സി എടുക്കാം. ഹിഞ്ചിലെ മൊമെന്റ് അബൌട്ട് സി ഈസ് ഈക്വൽ ടു 0. എന്നിട്ട് നമുക്ക് റൈറ്റ് പോർഷൻ കൺസിഡർ ചെയ്യാം. റൈറ്റ് പോർഷൻ കൺസിഡർ ചെയ്യുമ്പോൾ എന്തുണ്ട്? വി ബി ഇൻറ്റു എൽ ബൈ 2 മൈനസ് ക്യാപിറ്റൽ എച്ച് ഇൻറ്റു സ്മോൾ എച്ച്. അവിടെ നമുക്ക് വെർട്ടിക്കൽ റിയാക്ഷന്റെ വാല്യൂ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തു. എച്ചിന്റെ വാല്യൂ കിട്ടും. എച്ച് ഈസ് ഈക്വൽ ടു എക്സ് ഡിവൈഡഡ് ബൈ 2h. വി ബി ഇൻറ്റു എൽ ബൈ 2 മൈനസ് എച്ച് ഇൻറ്റു എച്ച്. അപ്പോൾ എച്ച് ഈസ് ഈക്വൽ ടു എച്ച് ഡിവൈഡഡ് ബൈ 2h. ഈ എച്ച് എന്തായിരുന്നു? ക്രൗണിന്റെ റൈസ് ആണ്. ഇനി സ്മോൾ എക്സ് എന്ന് വെച്ചാൽ അറ്റ് എ ഡിസ്റ്റൻസ് എ എന്നുള്ള ഡിസ്റ്റൻസ് ആണ് സ്മോൾ എക്സ്. ഇനി 1 കിലോ ന്യൂട്ടൺ എന്ന് പറഞ്ഞ പോയിന്റ് ലോഡ് എ പോയിന്റിലായിരുന്നെങ്കിൽ എക്സിന്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ 1 കിലോ ന്യൂട്ടൺ എ പോയിന്റിൽ നിൽക്കുകയാണെങ്കിൽ ഹൊറിസോണ്ടൽ ത്രസ്റ്റ് 0 ആയിരിക്കും. ഇനി എന്ത് ചെയ്യുക? 1 കിലോ ന്യൂട്ടൺ ലോഡ് ഈ 1 കിലോ ന്യൂട്ടൺ മൂവ് ചെയ്ത് ക്രൗണിൽ എത്തിയെന്ന് വിചാരിക്കുക. ക്രൗണിൽ എത്തുമ്പോൾ എക്സ് ഡിസ്റ്റൻസ് എന്താവും? എക്സ് ഡിസ്റ്റൻസ് വിൽ ബി ഈക്വൽ ടു എൽ ബൈ 2. അപ്പോൾ ഇക്വേഷനകത്ത് എക്സ് ഇസ് ഈക്വൽ ടു എൽ ബൈ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഹൊറിസോണ്ടൽ ത്രസ്റ്റ് എച്ച് ഇസ് ഈക്വൽ ടു എൽ ഡിവൈഡഡ് ബൈ 4h എന്ന വാല്യൂ കിട്ടും. ഇനി വീണ്ടും എന്ത് ചെയ്യുക? 1 കിലോ ന്യൂട്ടൺ ലോഡ് ട്രാവൽ ചെയ്ത് റൈറ്റ് പോർഷനിൽ എത്തുമ്പോൾ ഇവിടെ ഡെവലപ്പ് ചെയ്യുന്ന ഹൊറിസോണ്ടൽ ത്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഹൊറിസോണ്ടൽ ത്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എന്തെടുക്കണം? മൊമെന്റ് അബൌട്ട് സി ഈസ് ഈക്വൽ ടു 0 എന്നുള്ള ഇക്വിലിബ്രിയം ഇക്വേഷൻ യൂസ് ചെയ്യാം. 1 കിലോ ന്യൂട്ടൺ ഇവിടെയാണ് നിൽക്കുന്നത്. സി ബിയുടെ ഇടയ്ക്കാണ് നിൽക്കുന്നത്. അതുകൊണ്ട് നമുക്ക് മൊമെന്റ് അബൌട്ട് സി കൺസിഡർ ചെയ്തിട്ട് ലെഫ്റ്റ് പോർഷൻ കൺസിഡർ ചെയ്യാം. അപ്പോഴെന്ത് വരും? എച്ച് ഇൻറ്റു എച്ച് മൈനസ് എച്ച് ഇൻറ്റു എച്ച് എന്ന് വെച്ചാൽ ഇത് ഹോഗിങ് ആണ് കോസ് ചെയ്യുന്നത്. പിന്നെ വെർട്ടിക്കൽ റിയാക്ഷൻ ഇൻറ്റു എൽ ബൈ 2. അപ്പോൾ വി എ ഇൻറ്റു എൽ ബൈ 2 മൈനസ് ക്യാപിറ്റൽ എച്ച് ഇൻറ്റു സ്മോൾ എച്ച് ഈസ് ഈക്വൽ ടു 0 എന്ന് വരും. എന്നിട്ട് വി എയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ ഹൊറിസോണ്ടൽ ത്രസ്റ്റിന് ഇക്വേഷൻ കിട്ടി. എച്ച് ഈസ് ഈക്വൽ ടു എൽ മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ 2h. എവിടെയാണ്? സി ബിയുടെ ഇടയ്ക്ക് പോയിന്റ് ലോഡ് നിന്നപ്പോൾ ഹൊറിസോണ്ടൽ ത്രസ്റ്റിന്റെ ഇക്വേഷൻ ആണ് എൽ മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ 2h. രണ്ടിടത്തും ഹൊറിസോണ്ടൽ ത്രസ്റ്റിന്റെ വാല്യൂ സെയിം ആയിരിക്കും. ഇനി എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? സി പോയിന്റിൽ നിൽക്കുവാണെങ്കിൽ യൂണിറ്റ് ലോഡ് സി പോയിന്റിലാണെങ്കിൽ എക്സ് ഡിസ്റ്റൻസ് എന്തായാലും എക്സ് ഡിസ്റ്റൻസ് എൽ ബൈ 2. അപ്പോൾ എച്ച് ഈസ് ഈക്വൽ ടു എൽ ബൈ 2 മൈനസ് എൽ ബൈ 2 ബൈ 2 വെച്ച് ചെയ്യുമ്പോൾ എന്ത് വരും? എച്ച് ഈസ് ഈക്വൽ ടു എൽ ഡിവൈഡഡ് ബൈ 4h. ഇനി ഈ ലോഡ് മൂവ് ചെയ്ത് ബി പോയിന്റിൽ വന്നപ്പം എക്സിന്റെ വാല്യൂ എന്ത് കൊടുക്കണം? എക്സ് ഇസ് ഈക്വൽ ടു എൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എൽ മൈനസ് എൽ 0. അപ്പോൾ എന്തായി? ലോഡ് മൂവ് ചെയ്ത് ബി പോയിന്റിൽ എത്തിയപ്പോൾ ഹൊറിസോണ്ടൽ ത്രസ്റ്റ് രണ്ടെങ്കിലും ഡെവലപ്പ് ചെയ്യുന്ന ഹൊറിസോണ്ടൽ ത്രസ്റ്റ് 0 ആണ്. ഹൊറിസോണ്ടൽ ത്രസ്റ്റ്
0. ഇനി നമുക്ക് ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രം വരയ്ക്കാം. ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രം വരയ്ക്കാൻ എന്ത് കൊടുക്കുക? 1 കിലോ ന്യൂട്ടൺ ലോഡ് എ പോയിന്റ് ആയിരുന്നപ്പോൾ എന്തായിരുന്നു? ഹൊറിസോണ്ടൽ ത്രസ്റ്റ് 0 ആയിരുന്നു. പിന്നെ ഇത് മൂവ് ചെയ്യുന്നതനുസരിച്ച് ഹൊറിസോണ്ടൽ ത്രസ്റ്റ് രണ്ട് എൻഡിൻ്റെയും ഹൊറിസോണ്ടൽ ത്രസ്റ്റ് എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു. ലോഡ് സി പോയിന്റ് എത്തിയപ്പോഴാണ് മാക്സിമം ഹൊറിസോണ്ടൽ ത്രസ്റ്റ് കിട്ടിയത്. പിന്നെ മൂവ് ചെയ്യുന്നതനുസരിച്ച് എന്ത് ചെയ്തു? ഹൊറിസോണ്ടൽ ത്രസ്റ്റ് റെഡ്യൂസ് ചെയ്ത് 0 ആയിട്ട് മാറി. അപ്പോൾ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം എന്തായിരിക്കും? ഒരു ട്രയാങ്കുലർ ഷേപ്പ് ആയിരിക്കും വിത്ത് മാക്സിമം ഓർഡിനേറ്റ് L ഡിവൈഡഡ് ബൈ 4h. നെക്സ്റ്റ് ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ മൊമെന്റ് അറ്റ് D പോയിന്റ്. ഡി പോയിന്റിന്റെ മൊമെന്റ് ഡയഗ്രാം കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഡി എന്ന് പറഞ്ഞ പോയിന്റ് അറ്റ് എ ഡിസ്റ്റൻസ് Z ഫ്രം എ ആണ്. അപ്പോൾ ബെൻഡിങ് മൊമെന്റിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചായിരുന്നു. ബെൻഡിങ് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ ബീം മൊമെന്റ് മൈനസ് എച്ച് ഇൻറ്റു വൈ. എച്ച് എന്ന് വെച്ചാൽ ഹൊറിസോണ്ടൽ ത്രസ്റ്റും വൈ എന്ന് വെച്ചാൽ വെർട്ടിക്കൽ ഇന്റർസെപ്റ്റും ആണ്. അപ്പോൾ ബീം മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ബീം മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? നമുക്ക് തന്നിരിക്കുന്ന ലോഡ് ഒരു ബീമിൽ പ്ലേസ് ചെയ്യുക. അപ്പോൾ ബീമിൽ പ്ലേസ് ചെയ്യുക. അപ്പോൾ അറ്റ് എ ഡിസ്റ്റൻസ് എക്സ്. നമുക്ക് ഏത് പോയിന്റിന്റെ മൊമെന്റാണ് വേണ്ടത്? ഡി എന്ന് പറഞ്ഞ പോയിന്റിന്റെ മൊമെന്റാണ് വേണ്ടത്. അപ്പോൾ ബീമിൽ പ്ലേസ് ചെയ്യുമ്പോൾ 1 കിലോ ന്യൂട്ടൺ ബീമിൽ പ്ലേസ് ചെയ്യുമ്പോൾ ഇതിന്റെ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം നമ്മൾ പഠിച്ചു. എന്തായിരിക്കും? ഒരു ട്രയാങ്കുലർ ഷേപ്പ് ആയിരിക്കും ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം. എന്നിട്ട് ഇതിന്റെ മാക്സിമം ഓർഡിനേറ്റ് എന്തായിരിക്കും? Z ഇൻറ്റു L മൈനസ് Z ബൈ L. ഇത് 4th മോഡ്യൂളിൽ പഠിച്ചതാണ്. അപ്പോൾ Z ഇൻറ്റു L മൈനസ് Z ബൈ L. അപ്പോൾ ഇവിടുത്തെ വാല്യൂ എന്ത് വരും? Z ഇൻറ്റു L മൈനസ് Z ബൈ L. ഇനി അടുത്ത എന്താ പറഞ്ഞ? മൈനസ് എച്ച് ഇൻറ്റു വൈ. എച്ച് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ത്രസ്റ്റ് ആണ്. ഹൊറിസോണ്ടൽ ത്രസ്റ്റിന്റെ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം നമ്മൾ വരച്ചു. ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം എന്തായിരുന്നു? ഒരു ട്രയാങ്കുലർ ഷേപ്പ് ആയിരുന്നു വിത്ത് മാക്സിമം ഓർഡിനേറ്റ് L ഡിവൈഡഡ് ബൈ 4h. L ഡിവൈഡഡ് ബൈ 4h. ഇനി എന്ത് വേണം? നമുക്ക് പറയുന്നത് h ഇൻറ്റു വൈ എന്നാണ്. അപ്പോൾ h ഇൻറ്റു വൈ ഓർഡിനേറ്റ് വാല്യൂ L ഡിവൈഡഡ് ബൈ 4h ഇൻറ്റു വൈ. ഡി എന്ന് പറഞ്ഞ പോയിന്റിലാണ് വേണ്ടത്. അപ്പോൾ y ഇൻറ്റു ഡി എന്ന് കൊടുക്കണം. സോ ഇതാണ് ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ മൊമെന്റ് അറ്റ് ഡി. ഈ വരച്ചിരിക്കുന്നതാണ് ബീം മൊമെന്റ്. ബീം മൊമെന്റിന്റെ ഓർഡിനേറ്റ് ആയിരുന്നു Z ഇൻറ്റു L മൈനസ് Z ബൈ L. സോ ഈ മാക്സിമം ഓർഡിനേറ്റ് വരുന്നത് എവിടെയാണ്? ഡി പോയിന്റിലാണ് വരുന്നത്. ഇനി എച്ച് ഇൻറ്റു വൈ ഹൊറിസോണ്ടൽ ത്രസ്റ്റ് എവിടെയാണ് വരുന്നത്? മാക്സിമം വരുന്നത് സെന്ററിലാണ്. അപ്പോൾ L ഡിവൈഡഡ് ബൈ 4h ഇൻറ്റു വൈ ഡി. അപ്പോൾ ഇതായിരുന്നു H ഇൻറ്റു വൈ ഡയഗ്രാം. H ഇൻറ്റു വൈ ഡയഗ്രാം. അപ്പോൾ ബീം മൊമെന്റ് മൈനസ് എച്ച് വൈ ഡയഗ്രാം ആണ്. ഇതാണ് ബീം മൊമെന്റ് മൈനസ് എച്ച് വൈ ഡയഗ്രാം ആണ് നമ്മുടെ ഫൈനൽ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ മൊമെന്റ് അറ്റ് ഡി. ഇനി വൈഡിയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പാരബോളിക് ഇക്വേഷൻ യൂസ് ചെയ്യാം. ഇതായിരുന്നു പാരബോളിക് ഇക്വേഷൻ. 4hz ഇൻറ്റു L മൈനസ് Z ഡിവൈഡഡ് ബൈ L സ്ക്വയർ. ഇത് എച്ച് ഇൻറ്റു വൈ ഡിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എച്ച് ഇൻറ്റു വൈ ഡി. അതിനകത്ത് എച്ചിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. L ഡിവൈഡഡ് ബൈ 4h. സോ മാക്സിമം ഓർഡിനേറ്റ് ഫോർ എച്ച് വൈ ഡി Z ഇൻറ്റു L മൈനസ് Z ബൈ L. അപ്പോൾ രണ്ടിൻ്റെയും ഓർഡിനേറ്റ് വാല്യൂ സെയിം ആയിട്ട് വരും. പാരബോളിക് ആർച്ച് ആണെങ്കിൽ Z ഇൻറ്റു L മൈനസ് Z ബൈ L. ഇവിടെയും Z ഇൻറ്റു L മൈനസ് Z ബൈ L. ഓർഡിനേറ്റ് വാല്യൂ രണ്ടിൻ്റെയും സെയിം ആയിരിക്കും. ബി മൊമെന്റിന്റെയും സെയിം ആയിരിക്കും. അത് കണക്ക് തന്നെ എച്ച് ഇൻറ്റു വൈയുടെയും സെയിം ആയിരിക്കും ഫോർ പാരബോളിക് ആർച്ച്. നെക്സ്റ്റ് ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ നോർമൽ ത്രസ്റ്റ് അറ്റ് ഡി. നോർമൽ ത്രസ്റ്റിന്റെ ഇക്വേഷൻ ഇതാണ്. വി sin theta plus h cos theta. Normal thrust is equal to V sin theta plus h cos theta. ഇവിടെ V എന്ന് വെച്ചാൽ വെർട്ടിക്കൽ ഷിയർ ആണ്. H എന്ന് വെച്ചാൽ ഹൊറിസോണ്ടൽ ത്രസ്റ്റ് ആണ്. തീറ്റ എന്ന് പറയുന്നത് സ്ലോപ്പ് ഓഫ് ദ ആർച്ച് വിത്ത് ഹൊറിസോണ്ടൽ. ഇതാണ് സ്ലോപ്പ് ഓഫ് ദ ആർച്ച് വിത്ത് ഹൊറിസോണ്ടൽ തീറ്റ വാല്യൂ. നെക്സ്റ്റ് ഇക്വേഷനകത്തുള്ള H cos theta ഡയഗ്രാം വരയ്ക്കുവാണ്. H cos theta ഡയഗ്രാം വരയ്ക്കാൻ H എന്ന് വെച്ചാൽ എന്തായിരുന്നു? ഹൊറിസോണ്ടൽ ത്രസ്റ്റ് ആയിരുന്നു. ഹൊറിസോണ്ടൽ ത്രസ്റ്റിന്റെ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം വരച്ചു. ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ ഹൊറിസോണ്ടൽ ത്രസ്റ്റ്. അവിടെ മാക്സിമം ഓർഡിനേറ്റ് സെൻട്രലാണ് വന്നത്. L ഡിവൈഡഡ് ബൈ 4h. അപ്പോൾ H cos theta വരയ്ക്കാനായിട്ട് L ഡിവൈഡഡ് ബൈ 4h ഇൻറ്റു cos theta എന്ന് കൊടുത്താൽ മതി. L divided by 4h into cos theta. Influence line diagram for H cos theta. Next V sin theta diagram വരയ്ക്കണം. V sin theta diagram വരയ്ക്കാൻ vertical shear
ആർച്ചിൽ കിട്ടുന്ന വെർട്ടിക്കൽ ഷിയർ ഇറ്റ് ഈസ് വെരി സിമിലർ ടു ദാറ്റ് ഓഫ് ആൻ ഇക്വലന്റ് ബീം. അപ്പോൾ ഇക്വലന്റ് ബീമിന്റെ ഷിയർ ഡയഗ്രാം വരച്ചേക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ അപ് ടു സി എന്തായിരിക്കും? നെഗറ്റീവ് ഷിയർ ആയിരിക്കും. സി എന്ന് പറഞ്ഞ പോയിന്റിൽ പോസിറ്റീവ് ഷിയർ ആയിട്ട് മാറും. നമുക്കിവിടെ സി എന്ന് പറഞ്ഞ പോയിന്റ് അല്ല ഉള്ളത്, ഡി എന്ന് പറഞ്ഞ പോയിന്റ് ആണ് ഉള്ളത്. ഏത് പോയിന്റിന്റെ മൊമെന്റ് ആണോ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ആ പോയിന്റ് വരെ ഏത് ഡയറക്ഷനിലാണ്, ഇപ്പോൾ ഈ ഡയറക്ഷനിലാണ് ലോഡ് മൂവ് ചെയ്യുന്നതെങ്കിൽ എന്തായിരിക്കും? ലോഡ് എൻറ്റർ ചെയ്യുമ്പോൾ അവിടെ നെഗറ്റീവ് ഷിയർ ആയിരിക്കും ഡെവലപ്പ് ചെയ്യുന്നത്. നമുക്ക് കൺസിഡർ ചെയ്യുന്ന പോയിന്റ് പാസ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് ഡെവലപ്പ് ചെയ്യും? പോസിറ്റീവ് ഷിയർ ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും. ഇപ്പോൾ ആർച്ചിൽ കൊടുത്തിരിക്കുന്ന പോയിന്റ് ഡി ആയിരുന്നു. അപ്പോൾ ഈ എടുക്കേണ്ട പോയിന്റ് ഡി ആണ്. നമുക്ക് എന്താണ് വി സൈൻ തീറ്റ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇക്വലന്റ് ബീമിന്റെ വാല്യൂവിന്റെ കൂടെ മാക്സിമം ഓർഡിനേറ്റിന്റെ കൂടെ സൈൻ തീറ്റ കൂടി അഡീഷണൽ കൊടുത്താൽ മതി. അപ്പോൾ എൽ മൈനസ് ഇസഡ് ബൈ എൽ ഇൻറ്റു സൈൻ തീറ്റ മൈനസ് ഇസഡ് ബൈ എൽ ഇൻറ്റു സൈൻ തീറ്റ. എൽ മൈനസ് ഇസഡ് ബൈ എൽ ഇൻറ്റു സൈൻ തീറ്റ, ഇസഡ് ബൈ എൽ ഇൻറ്റു സൈൻ തീറ്റ. ഇനി നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു പറയുന്നത്? ഇക്വേഷനകത്ത് പറയുന്നത് വി സൈൻ തീറ്റ പ്ലസ് എച്ച് കോസ് തീറ്റ. അപ്പോൾ രണ്ടും എന്താണ്? അഡീഷൻ ആണ് ചെയ്യേണ്ടത്. അഡീഷൻ ആ ചെയ്യുന്നതെങ്കിൽ ഒരു ഡയഗ്രാം നമ്മൾ ടോപ്പിൽ വരയ്ക്കും, നെക്സ്റ്റ് ഡയഗ്രാം ഇൻവേഴ്സ് ആയിട്ട് വരയ്ക്കും. ഇതാണ്ടേ ഇൻവേഴ്സ് ആയിട്ട് വി സൈൻ തീറ്റ ഇൻവേഴ്സ് ആയിട്ട് വരച്ചു, റിവേഴ്സ് ആയിട്ട് വരച്ചിരിക്കുകയാണ്. എന്നിട്ട് സോ ഇതാണ് ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ നോർമൽ thrust at D point. അപ്പോൾ ഇക്വേഷൻ വി സൈൻ തീറ്റ പ്ലസ് എച്ച് കോസ് തീറ്റ. അടുത്ത കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് റേഡിയൽ ഷിയർ കാൽക്കുലേറ്റ് ചെയ്യാനും ഇക്വേഷൻ ഉണ്ടായിരുന്നു വി കോസ് തീറ്റ മൈനസ് എച്ച് സൈൻ തീറ്റ, സെയിം ആസ് ബിഫോർ. ഇവിടെ മൈനസ് സൈൻ ആയതുകൊണ്ടാണ് എന്ത് ചെയ്തേക്കുന്നത്? രണ്ടും സെയിം സൈഡിൽ തന്നെ വരച്ചിരിക്കുന്നത്. ടു ഗെറ്റ് ഡിഫറൻസ് ഓഫ് ദ ടു ഡയഗ്രാം ബോത്ത് ഷുഡ് ബി ഡ്രോൺ ഓൺ ദ സെയിം സ്കെയിൽ. ഇവിടെ എച്ച് സൈൻ തീറ്റ L/4h ആയിരുന്നു എച്ചിന്റെ ഓർഡിനേറ്റ്, അതിന്റെ കൂടെ എന്ത് ചെയ്തു? സൈൻ മൾട്ടിപ്ലൈ ചെയ്തു. അത് കണക്ക് തന്നെ ഇക്വലന്റ് ബീമിന്റെ ഓർഡിനേറ്റ് L മൈനസ് ഇസഡ് ബൈ എൽ, ഇവിടെ എന്താണ്? കോസ് തീറ്റ ആണ് വേണ്ടത്, അതുകൊണ്ട് കോസ് തീറ്റ മൾട്ടിപ്ലൈ ചെയ്തു. സോ ഡയറക്റ്റ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. നെക്സ്റ്റ് പോർഷൻ, maximum bending moment diagram in a 3-hinged parabolic arch when a concentrated load moves over the span. ഇപ്പോൾ ഒരു 1 kN എന്ന് പറഞ്ഞൊരു പോയിന്റ് ലോഡ് ആർച്ചിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ ഡെവലപ്പ് ചെയ്യുന്ന മാക്സിമം മൊമെന്റ് അറ്റ് എ പോയിന്റ് ഡി എന്ന് പറഞ്ഞ പോയിന്റ് ഡെവലപ്പ് ചെയ്യുന്ന മാക്സിമം പോസിറ്റീവ് മൊമെന്റ്, മാക്സിമം നെഗറ്റീവ് മൊമെന്റ്. ഇനി ഈ സ്പാനിൽ എവിടെയാണ് മാക്സിമം പോസിറ്റീവ് മൊമെന്റും മാക്സിമം നെഗറ്റീവ് മൊമെന്റും കിട്ടുന്നത്, അത് എത്രയാണ് വാല്യൂസ്, ഇതൊക്കെയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. ഡെറിവേഷൻസ് ഇല്ല, ഡയറക്റ്റ് വാല്യൂസ് മാത്രമേ പഠിക്കുന്നുള്ളൂ. ഇവിടെ മാക്സിമം പോസിറ്റീവ് ബെൻഡിങ് മൊമെന്റിന്റെ വാല്യൂ W ഇൻറ്റു ഇസഡ് ഇൻറ്റു എൽ മൈനസ് ഇസഡ് ഇൻറ്റു എൽ മൈനസ് 2z ബൈ എൽ സ്ക്വയർ. ഇനി മാക്സിമം നെഗറ്റീവ് മൊമെന്റ് ഇത് ഡി പോയിന്റിലാണ്. മാക്സിമം നെഗറ്റീവ് മൊമെന്റ് ഡി പോയിന്റ് W ഇൻറ്റു എൽ മൈനസ് ഇസഡ് മൈനസ് 2z സ്ക്വയർ ഡിവൈഡഡ് ബൈ 12. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ ആണ് നമുക്ക് ഏതെങ്കിലും ഒരു പോയിന്റ് ആർച്ചിൽ തന്നിട്ടുണ്ടെങ്കിൽ ആ പോയിന്റിലെ മാക്സിമം പോസിറ്റീവ് മൊമെന്റും മാക്സിമം നെഗറ്റീവ് മൊമെന്റും കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ. ഇനി അബ്സല്യൂട്ട് മാക്സിമം പോസിറ്റീവ് മൊമെന്റും ഉണ്ട്, അബ്സല്യൂട്ട് മാക്സിമം നെഗറ്റീവ് മൊമെന്റും ഉണ്ട്. എന്ന് വെച്ചാൽ ഇതിൽ ഏത് പോയിന്റിലാണ് മാക്സിമം മൊമെന്റ് ഒക്കർ ചെയ്യുന്നത്, എവിടെയാണ് മാക്സിമം നെഗറ്റീവ് മൊമെന്റ് ഒക്കർ ചെയ്യുന്നത് കാൽക്കുലേറ്റ് ചെയ്യണം. ആ പോയിന്റ് കണ്ടുപിടിക്കണം, അതേ കണക്ക് തന്നെ അതിന്റെ വാല്യൂവും കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ അതിനുള്ള ഇക്വേഷൻ അബ്സല്യൂട്ട് മാക്സിമം പോസിറ്റീവ് മൊമെന്റ് ഒക്കർ. അപ്പോൾ മാക്സിമം പോസിറ്റീവ് മൊമെന്റ് 0.2133 ഇൻറ്റു എൽ, എന്ന് വെച്ചാൽ സ്പാൻ ലെങ്ത് ആണ്. അപ്പോൾ രണ്ട് എൻഡിൽ നിന്നും 0.2133 എല്ലിലായിരിക്കും മാക്സിമം പോസിറ്റീവ് ബെൻഡിങ് മൊമെന്റ് ഒക്കർ ചെയ്യുന്നത്. ഇവിടുന്ന് 0.2133 എൽ, ഇവിടുന്ന് 0.2133 എൽ. ആ പോയിന്റിൽ, ആ കറസ്പോണ്ടിങ് പോയിന്റിലാണ് മാക്സിമം പോസിറ്റീവ് ബെൻഡിങ് മൊമെന്റ് ഒക്കർ ചെയ്യുന്നത്. ഇനി അബ്സല്യൂട്ട് മാക്സിമം പോസിറ്റീവ് മൊമെന്റ്, അതിൽ മൊമെന്റിന്റെ വാല്യൂ ആണ് 0.096225 WL. ഇനി മാക്സിമം നെഗറ്റീവ് മൊമെന്റ് ക്വാർട്ടർ സ്പാനിൽ ആയിരിക്കും ആക്ട് ചെയ്യുന്നത്. ക്വാർട്ടർ സ്പാൻ എന്ന് പറയുമ്പോൾ രണ്ട് സൈഡിൽ നിന്നുള്ള ക്വാർട്ടർ സ്പാൻ ഡിസ്റ്റൻസിലായിരിക്കും ആക്ട് ചെയ്യുന്നത്. അതിന്റെ വാല്യൂ WL/16. മൊമെന്റ് വാല്യൂ ആണ് WL ഡിവൈഡഡ് ബൈ 16. സോ അത് റെപ്രസെന്റ് ചെയ്തിരിക്കുകയാണ്. മാക്സിമം പോസിറ്റീവ് മൊമെന്റ് അറ്റ് എ ഡിസ്റ്റൻസ് 0.2133 എൽ, രണ്ട് സൈഡിൽ നിന്ന് വാല്യൂ 0.096225 WL. ഇനി മാക്സിമം നെഗറ്റീവ് മൊമെന്റ് ക്വാർട്ടർ സ്പാൻ 0.25 എൽ, രണ്ട് സൈഡിൽ നിന്നും 0.25 എൽ. മൊമെന്റ് വാല്യൂ WL/16. So first problem, a 3
A symmetric three-hinged parabolic arch of span 20 meter and rise 3 meter is subjected to a 300 kilonewton concentrated load moving from left to right. Determine the maximum positive and negative bending moment at 5 meter from left support. Also determine absolute maximum bending moment. Maximum positive bending moment equation ആണ് Wz into L minus Z into L minus 2Z by L square. Value substitute ചെയ്തു. Value substitute ചെയ്യുമ്പോൾ 562.5 kilonewton meter. The maximum negative moment calculate ചെയ്യാനുള്ള equation W divided by 2L into LZ minus 2Z square. So value substitute ചെയ്യുക. Value substitute ചെയ്യുമ്പോൾ നമുക്ക് maximum negative moment കിട്ടി 375 kilonewton meter. ഇനി അടുത്തത് absolute maximum positive moment. Absolute maximum positive moment പറയുന്ന point ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. അതാണ് 0.2113 into L. And the distance will be equal to 4.226 meters from either supports. ഇനി അടുത്ത എന്താണ് absolute maximum positive moment. Absolute maximum positive moment value 0.096225 WL and the moment value is equal to 577.35 kilonewton. Next, absolute maximum negative moment. Negative moment occur ചെയ്യുന്നത് quarter span and moment value WL by 16. W300 span 20 divided by 16. So answer will be 375 kilonewton meters.